മലയാളികളെയും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെയും ഒരേപോലെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മലയാളത്തിന്റെ പ്രിയ നടൻ സലീംകുമാർ വിട പറഞ്ഞിരിക്കുന്നു. വെറുമൊരു കോമഡി താരം എന്നതിനപ്പുറം ഭാവതീവ്രമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ സ്വന്തമായ ഒരു സിംഹാസനം തീർത്ത കലാകാരനായിരുന്നു അദ്ദേഹം. കരൾ രോഗബാധയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദീർഘനാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ ഒരു നോക്ക് അവസാനമായി കാണാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് നോർത്ത് പറവൂരിലേക്ക് ഒഴുകിയെത്തിയത്. ചിരിയുടെയും ചിന്തയുടെയും ഒരു വലിയ യുഗത്തിനാണ് സലീംകുമാറിന്റെ വിയോഗത്തോടെ സിനിമാ ലോകത്ത് തിരശ്ശീല വീഴുന്നത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സലീംകുമാർ അന്തരിച്ചത്. ആശുപത്രി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നോർത്ത് പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് എത്തിച്ചു. പ്രിയ താരത്തെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി സിനിമാ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും ആയിരക്കണക്കിന് സാധാരണക്കാരായ ആരാധകരും ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ പറവൂരിലേക്ക് ജനങ്ങളുടെ വൻ പ്രവാഹമാണ് ദൃശ്യമാകുന്നത്. രാവിലെ മുതൽ ഭൗതിക ശരീരത്തെ അനുഗമിച്ച് സലീംകുമാറിന്റെ ഭാര്യ സുനിതയും മക്കളും അടുത്ത ബന്ധുക്കളും ടൗൺ ഹാളിലുണ്ട്. ഉച്ചയ്ക്ക് 1 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുമെന്നായിരുന്നു ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഭൗതിക ശരീരം നോർത്ത് പറവൂരിലെ അദ്ദേഹത്തിന്റെ വസതിയായ ലാഫിംഗ് വില്ലയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് വൈകുന്നേരം 3:30 വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുകയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിക്കുകയും ചെയ്തിരുന്നു. സലീംകുമാറിന്റെ വിയോഗത്തിൽ ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തങ്ങളുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലും തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകനെ നേരിൽ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. ഇരുവരും നിലവിൽ സ്ഥലത്തില്ലാത്തതിനാലാണ് വരാൻ കഴിയാത്തതെന്ന് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ ആൻഡോ ജോസഫ് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. താരങ്ങളിൽ ഒരാൾ നിലവിൽ വിദേശത്താണെന്നും മറ്റൊരാൾ ഷൂട്ടിംഗ് തിരക്കിലായതിനാലുമാണ് വരാൻ കഴിയാത്തതെന്നും എങ്കിലും ചലച്ചിത്ര മേഖലയിലെ മറ്റെല്ലാ പ്രമുഖരും എത്തിച്ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. നേരിട്ടെത്താൻ സാധിച്ചില്ലെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകനെ അനുസ്മരിച്ചു. തീരാത്ത സങ്കടമാണ് സലീംകുമാറിന്റെ വിയോഗം. മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണിതെന്ന് മമ്മൂട്ടി വ്യക്തമാക്കി. സിനിമയ്ക്കകത്തും പുറത്തും എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു സലീംകുമാർ. നഷ്ടമായത് സ്വന്തം കൂടപ്പിറപ്പിനെയാണ്, മോഹൻലാലും പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, നടൻ ജയറാം, രമേശ് പിഷാരടി, നവ്യ നായർ തുടങ്ങിയ സിനിമാ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ ആശുപത്രിയിൽ പൊതുദർശന നഗരിയിലും എത്തി അന്തിമ ഉപചാരം അർപ്പിക്കുകയും ചെയ്തു. സലീംകുമാറിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറമുള്ള വ്യക്തിബന്ധങ്ങളെ ഓർത്തെടുത്താണ് രാഷ്ട്രീയ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തിയത്. വൈകുന്നേരം വീട്ടുവളപ്പിൽ നടന്ന അന്തിമ കർമ്മങ്ങളിലും സംസ്കാര ചടങ്ങിലും മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കാളികളാവുകയും ചെയ്തു. 1969 ഒക്ടോബർ 9 വടക്കൻ പറവൂരിലാണ് സലീംകുമാർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പേരിന് പിന്നിൽ മനോഹരമായ ഒരു കഥയുണ്ട്. പേര് കേട്ടാൽ ആരും മതം തിരിച്ചറിയരുതെന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മകന് സലീം എന്ന് പേരിട്ടത്. എന്നാൽ പിന്നീട് സ്കൂളിൽ ചേർന്നപ്പോൾ അധ്യാപിക നിർബന്ധപൂർവ്വം കുമാർ എന്നുകൂടി ചേർക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സലീംകുമാർ ആയത്. തന്നിലെ മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും തങ്ങളെ സ്നേഹത്തോടെ സലീമിക്ക എന്ന് വിളിക്കാറുണ്ടെന്നും താരം മുൻപ് പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ വില കൽപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പറവൂർ ചിറ്റാറ്റുകര സ്വദേശിയായ സലീംകുമാർ സിനിമാ നടനാവുക എന്ന ഒരേയൊരു ലക്ഷ്യത്തോടെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിലേക്ക് വണ്ടി കയറിയത്. യൗവനകാലത്തെ കലോത്സവങ്ങളിലെ മിമിക്രി പ്രകടനങ്ങൾ തനിക്ക് സിനിമയിലേക്കുള്ള വഴി തുറക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. മഹാരാജാസിലെ പഠനകാലം അദ്ദേഹത്തിലെ കലാകാരനെ കൂടുതൽ മിനുക്കിയെടുത്തു. തുടർന്ന് കൊച്ചിൻ കലാഭവൻ, സാഗർ തുടങ്ങിയ പ്രമുഖ ട്രൂപ്പുകളിൽ മിമിക്രി കലാകാരനായി അദ്ദേഹം സജീവമായി തിളങ്ങി. ആ കാലഘട്ടത്തിലെ ദൂരദർശൻ പരിപാടികളിലൂടെ അദ്ദേഹം ജനപ്രിയനായി മാറി. ഒടുവിൽ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ നാദർഷയാണ് സലീംകുമാറിനെ സിനിമയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. ഇഷ്ടമാണ് 100 വട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. 1996 സെപ്റ്റംബർ 14 സുനിതയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പിറ്റേ ദിവസമായിരുന്നു സലീംകുമാർ ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ പോയത്. തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ താരം 2000 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ വേഷത്തോടെ മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. പിന്നീട് 300-ലധികം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു. അഭിനയത്തിന് പുറമെ കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കേക്കുമാർ ആകണം എന്നീ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തു. തന്റെ ജീവിതത്തിലെയും കരിയറിലെയും വിജയങ്ങൾക്ക് പിന്നിൽ ഭാര്യ സുനിതയാണെന്ന് സലീംകുമാർ എപ്പോഴും കൃതജ്ഞതയോടെ പറയുമായിരുന്നു. വെറുമൊരു മിമിക്രി കലാകാരൻ മാത്രമായിരുന്ന തന്റെ കൈ പിടിക്കാൻ വലിയ റിസ്ക് എടുത്ത സുനിതയ്ക്ക് ദൈവം നൽകിയ സമ്മാനമാണ് തന്റെ ജീവിതത്തിൽ
ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. വെറുമൊരു കോമഡി താരം മാത്രമല്ല താനെന്ന് സലീംകുമാർ പലവട്ടം തെളിയിച്ചിട്ടുമുണ്ട്. തുടക്കകാലത്ത് ബോഡിഗാർഡ്, പുലിവാൽ കല്യാണം, തിളക്കം തുടങ്ങിയ ചിത്രങ്ങളിലെ കോമഡി വേഷങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിച്ചു കൊന്ന സലീംകുമാർ പിന്നീട് ക്യാരക്ടർ റോളുകളിലേക്ക് മാറിയപ്പോൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. ലാലും സലീംകുമാറും തകർത്തഭിനയിച്ച അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രത്തിലെ പ്രകടനം അദ്ദേഹത്തിലെ ഗൗരവക്കാരനായ നടനെ മലയാളികൾക്ക് കാട്ടിക്കൊടുത്തു. തുടർന്ന് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കേരളത്തിലേക്ക് എത്തിച്ചു. ജന്മം കൊണ്ട് താനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പരസ്യമായി പറയാൻ ഒട്ടും മടിക്കാത്ത രാഷ്ട്രീയ ബോധമുള്ള വ്യക്തിത്വമായിരുന്നു സലീംകുമാർ. ചിറ്റാറ്റുകരയിലും മലിങ്കര കോളേജിലും പഠിക്കുന്ന കാലത്ത് അദ്ദേഹം KSUവിലൂടെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയിരുന്നു. പിന്നീട് സിനിമയിൽ തിരക്കായതോടെ ഇതിൽ നിന്ന് ചെറിയ ഇടവേളയെടുത്തു. എന്നാൽ സിനിമയിൽ നിന്ന് താൽക്കാലികമായി ബ്രേക്ക് എടുത്ത സമയത്തെല്ലാം കോൺഗ്രസ് വേദികളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും താരം മുന്നണിയിലുണ്ടായിരുന്നു. പാർട്ടി ഏതായാലും തന്റെ വ്യക്തിബന്ധങ്ങൾക്ക് അദ്ദേഹം വലിയ വില കൽപ്പിച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടി അധികാരം തിരിച്ചുപിടിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച താരം തന്റെ പ്രിയ സുഹൃത്ത് VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കാനും മുന്നിലുണ്ടായിരുന്നു. സലീംകുമാറിന്റെ വിയോഗം മലയാള സിനിമയിലെ ഒരു സുവർണ അധ്യായത്തിനാണ് അറുതി വരുത്തുന്നത്. അദ്ദേഹം ജനപ്രിയമാക്കിയ ഡയലോഗുകളും കഥാപാത്രങ്ങളും ഇന്നും സോഷ്യൽ മീഡിയയിലെ ട്രോളുകളായും മീമുകളായും മലയാളികളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നു. മണവാളൻ, കണ്ണൻ സ്രാവ്, ഡാൻസ് മാസ്റ്റർ വിക്രം തുടങ്ങിയ കഥാപാത്രങ്ങൾ മലയാളി ഉള്ളിടത്തോളം കാലം മരിക്കില്ല. ചിരിയുടെ മറുപുറം കണ്ണീരാണെന്ന് തന്റെ അഭിനയ ജീവിതത്തിലൂടെ തെളിയിച്ച കഠിനാധ്വാനം കൊണ്ട് മാത്രം സിനിമയുടെ ഉന്നതിയിലെത്തിയ പ്രിയപ്പെട്ട സലീംകുമാറിന് മലയാളികളുടെ ആദരാഞ്ജലികൾ.